സെന്റ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളി കൊല്ലം ജില്ലയുടെ തെക്കൻ പ്രദേശമായ ആയൂരിൽ ജാതി മതഭേദമന്യേ ആളുകൾ കടന്നുവരുന്ന പുണ്യദേവാലയം. ഈ ദേവാലയം പരിശുദ്ധ ദൈവമാതാവിന്റെ നാമധേയത്തിൽ 1916 സ്ഥാപിതമായത്. പള്ളിയുടെ ചരിത്രമറിയാൻ നാം ഒരു നൂറ്റാണ്ട് പിന്നിലേക്ക് സഞ്ചരിക്കണം. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലത്ത് പെരിങ്ങള്ളൂർ എന്ന വനപ്രദേശത്ത് ആൾതാമസം തുടങ്ങിയ കാലം മുതൽ നാനാജാതി മതസ്ഥർ കുടിയേറി പാർത്തിരുന്നു. അമ്പലങ്ങളും പള്ളികളും സ്ഥാപിക്കുകയും ചെയ്തു. നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസ മുക്കിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. കൊല്ലവർഷം 1012 വരെ കൊട്ടാരക്കരയിലുള്ള മലങ്കര സുറിയാനി ക്രിസ്ത്യാനി പള്ളിയിലായിരുന്നു അവർ ആരാധന നടത്തിയിരുന്നത്. എന്നാൽ ആ കാലഘട്ടമായപ്പോൾ ഈ പ്രദേശത്തുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ ഒത്തുകൂടുകയും പെരിങ്ങള്ളൂരിൽ മിഷൻ കുന്നിൽ ഒരു ദേവാലയം സ്ഥാപിച്ച് ആരാധന നടത്തി വന്നു. എന്നാൽ ചില സാമൂഹിക വിരുദ്ധർ ആ ദേവാലയം തീവച്ച് നശിപ്പിച്ചതായിട്ട് മനസ്സിലാക്കുന്നു. കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം കിഴക്കോട്ട് മാറി അവർ മറ്റൊരു ദേവാലയം അവിടെ സ്ഥാപിച്ചു. എന്നാൽ ആ പ്രസ്തുത ദേവാലയം ചില പ്രമുഖ വീട്ടുകാരുടെ നവീകരണ വിശ്വാസത്തെ തുടർന്ന് ദേവാലയം ഉൾപ്പെടെ അവർ ആ ഒരു വിശ്വാസത്തിലേക്ക് ചേർന്നതായി മനസ്സിലാക്കുന്നു. എന്നാൽ ഇതിൽ അസംതൃപ്തരായ ഒരു കൂട്ടം വിശ്വാസികൾ അവർ ഇന്ന് ഈ ദേവാലയം നിൽക്കുന്ന സ്ഥലത്ത് ആയൂർ മർത്തമറിയം ഓർത്തഡോക്സ് സുറിയാനി പള്ളി എന്ന നാമത്തിലൊരു ദേവാലയം സ്ഥാപിച്ച് ഇവിടെ ആരാധന നടത്തി വന്നിരുന്നു. അന്നു മുതൽ ഈ ദേവാലയം കുന്നിൻപുറം പള്ളി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പരിശുദ്ധ ദൈവമാതാവിന്റെ നാമധേയത്തിൽ കൊല്ലവർഷം 1091 മിഥുനമാസം 15-ാം തീയതിയായിരുന്നു പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ കാതോലിക്കാ ബാവ കൽപ്പന പുറപ്പെടുവിച്ച് ഔദ്യോഗികമായി പള്ളി സ്ഥാപിച്ചത്. ഈ ദേവാലയം പലതവണ പുതുക്കി പണിഞ്ഞിട്ടുണ്ട്. കൽത്തൂണിൽ പുല്ലുമേഞ്ഞ പള്ളിയിൽ നിന്ന് ഇപ്പോഴുള്ള നിലയിൽ എത്തിയതിനു പിന്നിൽ പൂർവികരുടെ യാതനകളുണ്ട്. ആദ്യ പള്ളി നിർമ്മിച്ചതിന് ഉപയോഗിച്ചിരുന്ന കൽത്തൂണുകൾ ഇന്നും പഴമയുടെ ശേഷിപ്പായി ഇവിടെയുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ഈ ദേവാലയം പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിൽ സ്ഥാപിതമായിട്ടുള്ളതാണെങ്കിലും ഇതിൻ്റെ ഇരുവശങ്ങളിലുമായി പരിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെയും പരിശുദ്ധനായ പരിമല തിരുമേനിയുടെയും നാമത്തിൽ 2 മദ്ബഹകൾ സ്ഥിതി ചെയ്യുന്നു. ഈ ദേവാലയത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി അതിമനോഹരമായ ഒരു കൊടിമരവും ഒരു മണിഗോപുരവും സ്ഥിതി ചെയ്യുന്നു. നമ്മുടെ ദേവാലയത്തിൻ്റെ ഇടത് ഭാഗത്തായി പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിൽ ഒരു പ്രാർത്ഥനാമുറിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. ദേവാലയവുമായി ബന്ധപ്പെട്ട് സൺഡേ സ്കൂൾ, OVBS, പ്രാർത്ഥനായോഗം, യുവജന പ്രസ്ഥാനം, ബാലസമാജം, മാതാവിന്റെ നാമത്തിലുള്ള മധ്യസ്ഥ പ്രാർത്ഥന, മർത്തമറിയം സമാജം എന്നീ ആത്മീയ സംഘടനകൾ ക്രമമായും ചിട്ടയായും പ്രവർത്തിച്ചു വരുന്നു. ഇടവക അംഗങ്ങളുടെ സ്നേഹവും ഒത്തൊരുമയും ഇടവകയോടുള്ള പ്രതിബദ്ധതയും എടുത്തു പറയേണ്ടതാണ്. ശതാബ്ദി ആഘോഷം 2015-16 കാലയളവിൽ ഈ പള്ളിയിൽ വെച്ച് സംഘടിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം അഭ്യുന്ന ഇടവ മെത്രാപ്പൊലീത്ത ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വെച്ച്
പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തയുമായ പരിശുദ്ധ ബസേലിയോസ് പൗലോസ് ദിയൻ കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ശതാബ്ദിയുടെ സമാപന സമ്മേളനം കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ ലോസ് ഏഞ്ചലസ് ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തയായിരുന്ന അഭിമന്യ അംബ എബ്രഹാം മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്യുകയും അതോടുകൂടി ഏതാണ്ടും ഒരു വർഷത്തിൽ കൂടുതലായിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ തിരിച്ചടി വീഴുകയും ചെയ്തു. ഇടവകയുടെ ശതാബ്ദി ആഘോഷം തലമുറകളുടെ ഒത്തുചേരലായിരുന്നു. പള്ളിയുടെ വളർച്ച നോക്കിക്കണ്ട പഴയ തലമുറക്കാരിൽ ചിലർ ഇന്ന് വാർദ്ധക്യ ദശയിലാണെങ്കിലും ഓർമ്മകൾ മായാതെ ഇന്നും അവരുടെ മനസ്സിലുണ്ട്. പണ്ട് പള്ളി ഇതിനേക്കാളും ചെറുതായിരുന്നു. വരാന്തയെ അപ്പുറം ഒരു വരാന്തയുള്ളായിരുന്നു. പിന്നെ വരാന്തയൊക്കെ പിന്നെ അപ്പുറത്തൊക്കെ ഓല കെട്ടിയതായിരുന്നു. പിന്നെ ആ ഇച്ചിരിയൊക്കെ ഓടൊക്കെ ഇട്ട് വലുതാക്കിയത്. പിന്നെ അപ്പുറത്ത് നേരെ പടിഞ്ഞാറ് വശത്ത് വരാന്ത ഉണ്ടാക്കി. ഇടിവട്ടി ദുഃഖവെള്ളിയാഴ്ചകളിൽ എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദുഃഖവെള്ളിയാഴ്ച പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അച്ഛനില്ലായിരുന്നു. അന്ന് ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് അച്ഛനൊന്നുമില്ല. അതിന് പെണ്ണുങ്ങളെല്ലാം കൂടെ കുത്തിയിരുന്ന് പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോഴാണ് തോന്നുന്നു ഇടിവെട്ടിയത്. ദേശത്തിന് മലമേൽ ശോഭിക്കുന്ന പൊൻതിരി വിളക്കായി ദേവാലയം ഇന്നും പഴയ പ്രൗഢിയിൽ തന്നെ അന്യമതസ്ഥരുടെ മനസ്സിലും നിലകൊള്ളുന്നു. ഈ പള്ളിയിലുള്ള എല്ലാവരുമായിട്ടും നല്ല ബന്ധവും നല്ല വിശ്വാസവും പള്ളിയിലെ എല്ലാ പരിപാടികൾക്കും പങ്കെടുക്കുകയും പ്രത്യേകിച്ച് മാതാവിൻ്റെ പെരുന്നാളും ഓർമ്മ പെരുന്നാളിനും എല്ലാം പങ്കെടുക്കുകയും പരിമല പദയാത്രയ്ക്ക് പോവുകയും ഒക്കെ ചെയ്ത് കുന്നുംപുറത്ത് പള്ളിയോട് പ്രത്യേകിച്ചും നല്ല ഒരു ബന്ധവും വിശ്വാസവും ഉണ്ട്. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശു മശിഹാ, ഞങ്ങൾ ഭക്ഷിച്ച നിന്റെ തിരുശരീരം, ഞങ്ങൾ പാനം ചെയ്ത് പുണ്യമുണ്ടാക്കിയ നിന്റെ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ പ്രതികാരത്തിനോ ആകരുതേ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായിട്ട് ഭവിക്കണമേ. ദൈവം തമ്പുരാനെ, ഞങ്ങളെല്ലാവരുടെയും മേൽ കരുണ ചെയ്യണമേ. ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന ആത്മീയതയാണ് ആരാധന. ആ പൂർണ്ണത കൈവരിക്കുവാൻ പ്രാർത്ഥനാപൂർവം മുന്നോട്ടു പോവുകയാണ് മാതാവിൻ്റെ പള്ളി, ഈ ദേശക്കാരുടെ കുന്നുംപുറത്ത് പള്ളി. Maria negabala burukosa basalu so negave shurola nafisosa.